നമസ്കാരം. +2 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് കറൻറ്റ് എന്ന ചാപ്റ്ററിലെ ഫീൽഡ് ഡ്യൂ ടു എ കറൻറ്റ് ക്യാരിയിങ് സർക്കുലർ കോയിൽ എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതാണ് എനി കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടറാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ്സ് എ സർക്കുലർ കോയിൽ. Okay, so circular coil carrying current. So let R be the radius of the coil and let the coil carries a current I in anti-clockwise direction. നമുക്ക് അതിൻ്റെ ഫിഗർ എങ്ങനെയായിരിക്കും നോക്കാം. So we'll consider a circular loop. Okay, this is a circular loop carrying current I and P is a point at a distance x from the center of the loop. O ആണ് ലൂപ്പിൻ്റെ സെൻറ്റർ. അത് കറൻറ്റ്, അതിലുള്ള കറൻറ്റ് ഐ ആണ്. ഇറ്റ് ഈസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. കറൻറ്റ് ഫ്ലോസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. പി ഈസ് എ പോയിൻറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി ലൂപ്പ്. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് വി വോണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് പി ഡ്യൂ ടു ദിസ് കറൻറ്റ് ക്യാരിയിങ് സർക്കുലർ കോയിൽ. അപ്പോൾ നമുക്കറിയാം എ കറൻറ്റ് ക്യാരിയിങ് കോയിൽ പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ പി എന്നുള്ള പോയിന്റിൽ വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് കറൻറ്റ് ക്യാരിയിങ് കോയിൽ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഗോയിങ് ടു അപ്ലൈ ബയോ-സാവേർട്ട് ലോ. ഓക്കെ, ടു ഗെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് പി വി ആർ ഗോയിങ് ടു യൂസ് ബയോ-സാവേർട്ട് ലോ. ബയോ-സാവേർട്ട് ലോ എന്താണ് പറയുന്നത്? ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡി ബി അറ്റ് എ പോയിന്റ് due to a small length element അല്ല, ഡി ബി ഈക്വൽ ടു μ0/4π നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഒരു ചെറിയ സെക്ഷൻ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ബയോ-സാവേർട്ട് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡി എൽ എന്നൊരു ചെറിയ സെക്ഷൻ കൺസിഡർ ചെയ്യാണ്. ഡി എൽ ഇറ്റ്സ് എ സ്മോൾ ലെങ്ത് എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ കാരണം പിയിലുള്ള ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കുന്നു. വാട്ട് ഈസ് ദാറ്റ്? ഡി ബി എന്ന് കൺസിഡർ ചെയ്യാം. Okay, so what is dB equal to? dB is the magnetic field intensity at P due to the small length element. So dB equal to μ0/4π I dl cross r by r cube. ബയോ-സാവേർട്ട് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓർമ്മയുണ്ടാവും. I dl cross r by r cube. ഇതാണ് field intensity at P due to the small section dl of the conductor. ഓക്കെ, ഇനി ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്ലെയിൻ ഓഫ് ദ കോയിൽ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. ഇങ്ങനെയാണ് കോയിൽ വെച്ചിട്ടുള്ളത്. ഇതാണെന്ന് വിചാരിക്കും സർക്കുലർ കോയിൽ. ഓക്കെ, അപ്പോൾ ഈ സർക്കുലർ കോയിൽ വെച്ചിട്ടുള്ളത് അതിൻ്റെ പ്ലെയിൻ, സർക്കുലർ കോയിലിൻ്റെ പ്ലെയിൻ എന്ന് പറയുന്നത് ഏതാ? ഇത് അല്ല, അതിൻ്റെ പ്ലെയിൻ. ഈ പ്ലെയിൻ പേപ്പറിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് ഇതാ ഇങ്ങനെയാണ് കോയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ സെൻറ്ററാണ് ഒ. അപ്പോൾ പി എന്നുള്ള പോയിൻ്റ് ഇങ്ങനെ ഈ ആക്സിസിലൂടെ പാസ് ചെയ്യുന്ന ലൈനിലുള്ള ഒരു പോയിൻ്റാണ്. ഓക്കെ, ഇത് സെൻറ്റർ ഇവിടെ ഒ ആണെങ്കിൽ ഈ പെന്ന് അത് ഡിനോട്ട് ചെയ്യുന്നതിൻ്റെ ആക്സിസ് ആണ്. ഈ ആക്സിസിലുള്ളൊരു പോയിൻ്റാണ് പി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കണം. പ്ലെയിൻ ഓഫ് ദ കോയിൽ പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദി പേപ്പർ. അപ്പോൾ ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ദ സ്മോൾ സെക്ഷൻ ഡി എൽ ഡി ബി ഈക്വൽ ടു μ0/4π I dl ക്രോസ് r by r ക്യൂബ്. ഇനി എങ്ങനെയാണ് ഈ ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക? നമുക്കറിയാം ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് പെർപെൻഡിക്കുലർ ടു ഡി എൽ ആൻഡ് ആർ. ഡി എൽ ഇതാണ്. ഓക്കെ, നൗ വാട്ട് ഇസ് ആർ? ഈ ലെങ്ത് എലമെൻറ്റും പിയും തമ്മിലുള്ള പൊസിഷൻ വെക്ടറാണ്. സോ ദിസ് ലൈൻ ഇൻഡിക്കേറ്റ്സ് ദ പൊസിഷൻ വെക്ടർ. ഏതൊക്കെ തമ്മിലുള്ളതാണ്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചെറിയ ലെങ്ത് എലമെൻറ്റും പോയിൻറ്റ് പിയും തമ്മിലുള്ള പൊസിഷൻ വെക്ടറാണ് ഇത്. ഓക്കെ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ആർ. പൊസിഷൻ വെക്ടർ ഡിനോട്ടഡ് ബൈ ആർ. അപ്പോൾ μ0/4π I dl ക്രോസ് r by r ക്യൂബ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് I dl r സൈൻ തീറ്റ എന്ന് കിട്ടുമല്ലോ. അവിടെ തീറ്റ എന്തായിരിക്കും? സൈൻ തീറ്റ എന്നുള്ളതിൽ തീറ്റ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു പ്ലെയിൻ ഓഫ് ദ കോയിൽ ഇസ് ലൈക്ക് ദിസ്, പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ പേപ്പർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്ലെയിനിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ എടുക്കുന്ന ലെങ്ത് എലമെൻ്റ് ഉള്ളത്. ഓക്കെ, ഇവിടെയാണ് ലെങ്ത് എലമെൻറ്റ്. അപ്പോൾ ഈ ലെങ്ത് എലമെൻറ്റും ആ പൊസിഷൻ വെക്ടറും ഇങ്ങനെയാണ്, ഈ ലൈനിലാണ് പൊസിഷൻ വെക്ടർ ഉണ്ടാവുക.
ഇത് തമ്മിലുള്ള ആംഗിളാണ്. ഇത് ഇങ്ങനെയാണ് പൊസിഷൻ വെക്റ്റർ ഉണ്ടാവുക. ഓക്കെ, സോ ദാറ്റ് ആംഗിൾ വിൽ ബി 90 degree. So this equation becomes mu 0 by 4 pi I dl sin 90 divided by r square. I dl sin 90 by r square. ഒരു r ക്യാൻസൽ ചെയ്യുമല്ലോ. I dl r by r cube ആണ്. അതിലൊരു r ക്യാൻസൽ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് r square എന്ന് കിട്ടുക. ഇനി ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഡയറക്ഷൻ നമ്മൾ നേരത്തെ കണ്ടു, പെർപെൻഡിക്കുലർ ടു ഡി എൽ ആൻഡ് ആർ അല്ലേ. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡി എല്ലിനും ആറിനും പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ ഡയറക്ഷൻ? ഡി ബി നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇതിന് ആറിനും പെർപെൻഡിക്കുലർ ആണ്, ഡി എൽ ഇങ്ങനെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണുള്ളത്. അപ്പോൾ അത് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ of dB, magnetic field intensity. അപ്പോൾ this is the magnetic field intensity at P due to the small length element dl. It is perpendicular to r and d. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? We want to find out the magnetic field intensity at P due to the entire coil. Okay, for that we are going to consider another section, a small length element here at a diametrically opposite point. ഇതിൻ്റെ diametrically opposite പോയിന്റിൽ നമ്മൾ മറ്റൊരു ലെങ്ത് എലമെൻറ്റ് കൺസിഡർ ചെയ്യണം. ആ ലെങ്ത് എലമെൻറ്റ് കൊണ്ട് ഇതേ പോയിന്റ് പിയിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? ഈ ലെങ്ത് എലമെൻറ്റ് നോക്കൂ, ഡി എൽ എന്നുള്ള ലെങ്ത് എലമെൻറ്റ് ഇതിന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആണ്. അതേ ഡിസ്റ്റൻസ് ആർ തന്നെയാണ്. സോ ഇവിടെ പി എന്നുള്ള പോയിന്റിലുള്ള ഫീൽഡ് ഇൻറ്റൻസിറ്റി പെർപെൻഡിക്കുലർ ടു ദിസ് ആർ ആൻഡ് ഡി എൽ അലോങ് ദിസ് ഡയറക്ഷൻ. അപ്പോൾ നമ്മളിവിടെ ഈ എൻറ്റയർ കോയിൽ കൺസിഡർ ചെയ്തിട്ടില്ല, രണ്ട് ലെങ്ത് എലമെൻറ്റ് മാത്രം കൺസിഡർ ചെയ്തു. ഇവിടെ ഒരു ലെങ്ത് എലമെൻറ്റും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് മറ്റൊരു ലെങ്ത് എലമെൻറ്റും. ഓക്കെ, അപ്പോൾ മുകളിലുള്ള ലെങ്ത് എലമെൻ്റ് കൊണ്ട് നമുക്ക് ഇങ്ങനെയൊരു ഫീൽഡ് ഇൻറ്റൻസിറ്റി കിട്ടി അലോങ് ദിസ് ഡയറക്ഷൻ. അതിന് ഓപ്പോസിറ്റായിട്ട് കൺസിഡർ ചെയ്ത ലെങ്ത് എലമെൻ്റ് കൊണ്ടുള്ള ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് ഇത്. ഓക്കെ, രണ്ടും ഇത് ആറിനും ഡി എല്ലിനും പെർപെൻഡിക്കുലറാണ്. ആ രീതിയിലാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടത് നെറ്റ് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. വാട്ട് ഈസ് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് പി? അതിന് എന്ത് ചെയ്യാം? ഇതുപോലെയുള്ള എല്ലാ ഫീൽഡ് ഇൻറ്റൻസിറ്റീസും കൂടെ സമയം അല്ല, ഇതുപോലെ ഈ കോയിലിൻ്റെ പല ഭാഗങ്ങൾ കൊണ്ടുള്ള ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് പിയിലുണ്ടാവും. അങ്ങനെയുള്ള എല്ലാ ഫീൽഡ് ഇൻറ്റൻസിറ്റിയും കൂടി സം ചെയ്താൽ മതിയാവും. അപ്പോൾ സൗകര്യത്തിന് വേണ്ടി വി ആർ ഗോയിങ് ടു റിസോൾവ് dB into two mutually perpendicular directions. dB can be resolved into mutually perpendicular directions. എങ്ങനെ റിസോൾവ് ചെയ്യാം? along x direction and y direction. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഫിഗർ നോക്കൂ. നമ്മൾ ഡി ബി എന്നുള്ള വെക്റ്റർ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ റിസോൾവ് ചെയ്തു. ഡി ബി കോസ് തീറ്റ എലോങ് എക്സ് ഡയറക്ഷൻ, ഡി ബി സൈൻ തീറ്റ എലോങ് വൈ ഡയറക്ഷൻ. അപ്പോൾ അതിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, തീറ്റ ഇസ് ദിസ് ആംഗിൾ ബിറ്റ്വീൻ ദി എക്സ് ഡയറക്ഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഡി ബി. ഇത് തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ പിയിൽ ആദ്യത്തെ ലെങ്ത് എലമെൻ്റ് കൊണ്ടുണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി റിസോൾവ്ഡ് അലോങ് ടു ഡയറക്ഷൻസ്. Along x direction you have the cosine component dB cos theta. Along y direction you have the sine component dB sin theta. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്? അതേപോലെ തന്നെയാണ് ഈ ഒരു ലെങ്ത് എലമെൻറ്റ് കൺസിഡർ ചെയ്തത്. അവിടെയുള്ള ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡി ബി ആണ്. അപ്പോൾ ഇവിടെയും നമുക്ക് റിസോൾവ് ചെയ്യാം. റിസോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സെയിം വേ യു വിൽ ഗെറ്റ് ഡി ബി കോസ് തീറ്റ അലോങ് എക്സ് ഡയറക്ഷൻ ആൻഡ് ഡി ബി സൈൻ തീറ്റ അലോങ് y direction. Okay, this is dB sin theta. അപ്പോൾ ഫിഗറിൽ നിന്നിപ്പോൾ വ്യക്തമാണ് dB sin theta, the sin components cancel each other. ഓക്കെ, ഇവിടെയുള്ള ലെങ്ത് എലമെൻ്റ് കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി മുകളിലേക്കും താഴത്തെ ലെങ്ത് എലമെൻ്റ് കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി താഴേക്കുമാണ് സൈൻ കമ്പോണൻസ്, അതായത് വൈ കമ്പോണൻസ്. പക്ഷേ എക്സ് കമ്പോണൻസ് രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നെറ്റ് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുക? ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ദ നെറ്റ് ഫീൽഡ് ഇൻറ്റൻസിറ്റി? നെറ്റ് ഫീൽഡ് ഇൻറ്റൻസിറ്റി ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് വിച്ച് ടു കമ്പോണൻസ്? ദ കൊസൈൻ കമ്പോണൻസ് അല്ല, ഈ രണ്ടെണ്ണം മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇഫ് യു ആഡ് ദ കൊസൈൻ കമ്പോണൻസ് യു വിൽ ഗെറ്റ് ദ നെറ്റ് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അതേസമയം സൈൻ കമ്പോണൻസ് ക്യാൻസൽ ചെയ്യും. സോ യു ക്യാൻ റൈറ്റ് ദ സൈൻ കമ്പോണൻസ് ക്യാൻസൽ ഈച്ച് അതർ വെൻ ദി എൻറ്റയർ കോയിൽ ഈസ് കൺസിഡേർഡ്. When the entire coil is considered,
the sign components cancel each other. Sign components cancel each other. Okay, so net field intensity is obtained by adding the cosine components. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? dB can be written as mu 0 by 4 pi I dl by r square. അതിലൊന്നും മാറ്റമില്ല. dB cos theta. അപ്പോൾ അതിൻ്റെ കൂടെ ഏതും കൂടി വേണം? cos theta കൂടി വേണം. So you can write dB equal to mu 0 by 4 pi I dl by r square cos theta. Okay, കാരണം ഇപ്പോൾ കൊസൈൻ കമ്പോണൻസ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ടോട്ടൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. സൈൻ കമ്പോണൻസ് ക്യാൻസൽ ചെയ്തു. ഇനി ഫിഗറിൽ നിന്ന് യു ക്യാൻ റൈറ്റ് കോസ് തീറ്റ. വാട്ട് ഇസ് കോസ് തീറ്റ ഫ്രം ദി ഫിഗർ? സീ ദ ഫിഗർ അഗൈൻ. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് കോസ് തീറ്റ നമുക്ക് കണ്ടുപിടിക്കാം. കോസ് തീറ്റ ആർ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ആർ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. സോ കോസ് തീറ്റ ഈക്വൽ ടു r by root of x square plus r square. ഓക്കെ, ഇനി ഇത് നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ടോട്ടൽ ഫീൽഡ് ബി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഡി ബി ആണ്. ഡി ബി നമുക്കിവിടെ കിട്ടി. കൊസൈൻ കമ്പോണൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കിട്ടുക. അപ്പോൾ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി ബി, ദറ്റ് ഈസ് ഇൻ്റഗ്രൽ mu 0 by 4 pi I dl by r square into cos theta. Cos theta നമ്മളിവിടെ എഴുതി r by x square plus r square. Square root of x square plus r square. That is, okay, ഇൻ്റഗ്രേഷന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ കോൺസ്റ്റൻസ് ഒക്കെ പുറത്തേക്ക് എടുക്കാം. സോ ബി ഈക്വൽ ടു mu 0 by 4 pi, then again you have I constant ആണ്, I, R, radius of the coil constant ആണ്. R square can be written as R square equal to x square plus R square. അല്ല, ഫിഗറിൽ നിന്ന് R square നോക്കൂ, R square equal to x square plus R square എന്ന് എഴുതാം ഫിഗറിൽ നിന്ന്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ you will get mu 0 IR by 4 pi into integral dl divided by x square plus r square into root of x square plus r square, which can be written as x square plus r square all raised to 3 by 2. Okay, so b equal to mu 0 IR divided by 4 pi integral dl by x square plus r square into root of x square plus r square. അപ്പോൾ ഇതിൽ വീണ്ടും എക്സും ആറും കോൺസ്റ്റൻസ് ആണ്, അതുകൂടി നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്താ ഇക്വേഷൻ വരിക? mu 0 IR divided by 4 pi into x square plus r square all raised to 3 by 2. എങ്ങനെ കിട്ടി? ഇവിടെ x square plus r square, ഇവിടെ root of x square plus r square. root of x square plus r square എന്ന് പറഞ്ഞാൽ raised to 1 by 2 ആണ്. ഓക്കെ, അപ്പോൾ raised to 1, ഇവിടെ raised to 1 by 2, ആഡ് ചെയ്യുമ്പോൾ 3 by 2. സോ ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ഇനി വാട്ട് ഇസ് ഇൻ്റഗ്രൽ ഡി എൽ? ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ഡി എൽ ഇസ് ദ സ്മോൾ സെക്ഷൻ ഓഫ് ദാറ്റ് സർക്കുലർ കോയിൽ. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ ലെങ്ത് ആണല്ലോ, ദറ്റ് ഈസ് 2 pi r, ലെങ്ത് ഓഫ് ദി കോയിൽ, ടോട്ടൽ ലെങ്ത് ഓഫ് ദി കോയിൽ. അതാണ് ഇൻ്റഗ്രൽ ഡി എൽ. നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ്. സോ ബി ഈക്വൽ ടു mu 0 IR divided by 4 pi into x square plus r square raised to 3 by 2 into 2 pi r. Okay, into 2 pi r. So you'll get mu 0 I r square divided by 2 into x square plus r square raised to 3 by 2. ഇവിടെ പൈ ക്യാൻസൽ ചെയ്യും, 2 ക്യാൻസൽ ചെയ്യും. സോ mu 0 IR square divided by 2 into x square plus r square raised to 3 by 2. This is the magnetic field intensity at the point P, which lies at a distance x from the center of the coil. Now suppose the coil has n turns. n turns ഉണ്ടെന്ന് വിചാരിക്കാം, n ചുറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കാം.
അങ്ങനെയാണെങ്കിൽ ഓരോ ടേണും ഇതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും പി എന്നുള്ള പോയിന്റിൽ. അപ്പോൾ ബിയുടെ ഇക്വേഷൻ എന്തായിരിക്കും? ബി ഈക്വൽ ടു μ0 NIR² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു x² പ്ലസ് r²⁵². ഓരോന്നും ഓരോ ചുറ്റുകൾ കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി സമ്മായിരിക്കും. ഓക്കെ, സോ ഇഫ് ദർ ആർ n ടേൺസ് ഓഫ് ദ കോയിൽ, ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ബി ഇസ് ഗിവൺ ബൈ μ0 NIR² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു x² പ്ലസ് r²⁵². ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ കേസും കൂടി കൺസിഡർ ചെയ്യാം. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് പി എന്ന പോയിന്റ് അറ്റ് ദ സെൻറ്റർ ആണെന്ന് വിചാരിക്കുക. വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദ സെൻറ്റർ ഓഫ് ദി കോയിൽ? അതായത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത ഫിഗറിൽ പി എന്ന പോയിന്റ് സെൻറ്ററിലാണെന്ന് വിചാരിക്കുക. അതായത് ഈ പോയിന്റ് ഇവിടെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ എന്ത് മാറ്റം ഉണ്ടാവും? x0 ആയിരിക്കില്ലേ? പി എന്ന പോയിന്റ് ഇവിടെ സെൻറ്ററിലാണെങ്കിൽ x ഈക്വൽ ടു 0. ഓക്കെ, സോ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ കോയിൽ എന്തായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി? സോ x ഈക്വൽ ടു 0. Therefore, B equal to μ0 NIR² divided by 2 into എക്സിന് പകരം 0 ആണ്. അപ്പോൾ r²⁵² എന്ന് പറഞ്ഞാൽ r³. ഓക്കെ, r²⁵² മീൻസ് r³. സോ യു വിൽ ഗെറ്റ് μ0 NI/2r. μ0 NI/2r. That is the magnetic field intensity at the center of the circular coil. അപ്പോൾ ബയോ-സാവർട്ട് ലോ ഉപയോഗിച്ചിട്ട് we have derived the equation for the magnetic field intensity at a point on the axis of the circular coil. ഓക്കെ, ആദ്യം നമ്മൾ കൺസിഡർ ചെയ്ത കേസിൽ പി എന്നുള്ള പോയിന്റ് ഇറ്റ് വാസ് ലൈങ് ഓൺ ദി ആക്സിസ് ഓഫ് ദ സർക്കുലർ കോയിൽ. അതിനുള്ള ഇക്വേഷനാണ് നമുക്ക് ആദ്യം കിട്ടിയത്. μ0 NIR² ബൈ 2 ഇൻറ്റു x² പ്ലസ് r²⁵². ഇനി ഇഫ് ദാറ്റ് പോയിന്റ് ഇസ് അറ്റ് ദ സെൻറ്റർ ദെൻ μ0 NI/2r. ഓക്കെ, ഇപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിസ് ഓഫ് ദ കോയിൽ, അതുപോലെ അറ്റ് ദ സെൻറ്റർ ഓഫ് ദി കോയിൽ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദറ്റ് മാഗ്നറ്റിക് ഫീൽഡ്? ആ സർക്കുലർ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ടു ഫൈൻഡ് ദ ഡയറക്ഷൻ വി യൂസ് റൈറ്റ് ആൻഡ് തമ്പ് റൂൾ. റൈറ്റ് ആൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. റൂൾ എന്താണെന്ന് നോക്കാം. Curl the palm of your right hand with the fingers pointing in the direction of current. Then the right hand thumb gives the direction of magnetic field. അതായത് നമ്മൾ എടുത്തിട്ടുള്ള സർക്കുലർ കോയിൽ, ആ സർക്കുലർ കോയിലിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗേഴ്സ് കേൾ ചെയ്യുക. അതായത് ഏത് ഡയറക്ഷനിലാണോ കറണ്ട്, ഇപ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അങ്ങനെ, ആ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗേഴ്സ് കേൾ ചെയ്യുക. കേൾ ചെയ്യുക എന്ന് വെച്ചാൽ ഇങ്ങനെ വളച്ച് പിടിക്കും. അപ്പോൾ എക്സ്റ്റെൻഡഡ് തമ്പ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. എക്സ്റ്റെൻഡഡ് തമ്പ് മീൻസ് നിവർത്തി വെച്ചിട്ടുള്ള തമ്പ്. അപ്പോൾ റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗേഴ്സ് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ കേൾ ചെയ്ത് കഴിയുമ്പോൾ നിവർത്തി വെച്ചിട്ടുള്ള തമ്പ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഈ ഒരു റൂൾ ഉപയോഗിച്ച് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് എടുത്ത ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക്